ആരെങ്കിലും പറമ്പത്ത് കിളക്കാൻ പോയിക്കോ, തൂമ്പയൊക്കെ എടുത്ത് കിളക്കാൻ പോയിക്കോ. അല്ലെങ്കിൽ നീയൊക്കെ എന്ത് പണിക്കാണെന്ന് നിനക്ക് പറ്റുന്ന പണിക്ക് ആ പണിക്ക് പോയിക്കോ. നീയൊക്കെ കുഴിയെടുക്കാൻ നല്ല ആൾക്കാരാണെന്ന് മനസ്സിലായി കേട്ടോ. നിർത്തി പോടാ നിന്റെയൊക്കെ ഈ ഷോ. നിർത്തിക്കോ, ഇതൊന്നും ആർക്കും കാണണ്ട. ഇത് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും കേട്ടോ. ഈ വീഡിയോന്റെ അവസാനം മനസ്സിലാവും ഇത് ആരെയാ പറഞ്ഞെന്ന് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ആൾക്കാരുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല കേട്ടോ. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. കല്ലുകളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ലക്കി ഡ്രോ കൂപ്പണിൻ്റെ ഒക്കെ വിശേഷം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വൈകിക്കാണ്ട് തന്നെ നമ്മുടെ കൂപ്പണിൻ്റെ പരിപാടിയിലോട്ട് നീങ്ങാം. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ്, ടിക്കറ്റ് എടുത്തു. അതിന് നറുക്കുണ്ടല്ലോ, അത് ഞാൻ എടുത്തു. അത് എടുക്കാൻ പാടില്ലായിരുന്നു. കറക്റ്റ്. നമുക്ക് ഏതായാലും ബാക്കിയും കൂടെ കണ്ടു നോക്കാം. അത് പറഞ്ഞാൽ നമ്മൾ ഈ കൊടുകിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ഗസ്റ്റ് ആയിക്കാണ്ടാണ് ഒരു ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താ നിങ്ങൾ തന്നെ അത് എടുക്കണം പറഞ്ഞു. എന്നോടാണ് കൊടുക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഗസ്റ്റാണ് എടുക്കാറ്. പക്ഷേ ആ നാട്ടുകാർ തന്നെ പുള്ളിനോടിപ്പോൾ എടുക്കാൻ പറഞ്ഞു, അതുകൊണ്ട് എടുത്തു എന്നാ പറയുന്നത്. ആ നാട്ടുകാർ തന്നെ ഈ പുള്ളീനെ ഒരു ഗസ്റ്റാക്കാം, കുഴപ്പമില്ല. അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തന്നെയാണ് ഈ പാണ്ടിക്കാടൻ കുഞ്ഞെന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവർ തന്നെ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഇവർ തന്നെ ഈ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു നറുക്കെടുത്തതാണ് ഇത്രയും വലിയ ചർച്ച. ഏതായാലും എന്താണ് അദ്ദേഹം പറയുന്ന ഇതിനുള്ള കാരണം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നറുക്ക് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ലെവലിലാണ് ഞാൻ എടുത്തത്. പക്ഷെ അതിൽ ഇനി മേലെന്ന് എടുത്ത് കഴിഞ്ഞാൽ എന്താക്കാരും പ്രശ്നം ഉണ്ടാക്കുക, അത് സെറ്റപ്പാണ് അറിയാം. അപ്പൊ അടിയിൽ നിന്ന് തോന്നിയാണ്ട് ഞാൻ ഇങ്ങനെ ഒരു 2 സെക്കൻഡ് ആൾക്കാർ പറയുന്നത് 2 സെക്കൻഡ് അവിടെ നിന്ന് പറഞ്ഞു. പക്ഷെ ഈ ഒരു വ്യക്തിനെ കുറിച്ച് നമുക്ക് വലിയ രീതിയിലുള്ള പരാമർശമോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാനിപ്പം പറയുന്നത്. ഇത്രയും ആൾക്കാർ പങ്കെടുത്ത ഒരു സംഭവം, ഒരു നാട് മൊത്തം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റും അനദർ സ്റ്റേറ്റും കർണാടകയിലൊക്കെ ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത ഈ ഒരു ലക്കി ഡ്രോ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്കറിയാം ഒരുപാട് നറുക്കെടുത്തിട്ട് ഇപ്പം അവരുടേതായിട്ടുള്ള പരിചയത്തിലുള്ള ഒരുപാട് ആൾക്കാർക്ക് തന്നെ പ്രൈസ് വന്നു. അല്ലെങ്കിൽ ഈ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആൾക്കാർ അത് നിരസിച്ചു, അത് വേണ്ടെന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള സംഭവമാണ് ഈ ഒരു സംഭവം വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായത്. ഈ പാണ്ടിക്കാടൻ കുഞ്ഞെന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ആ ഒരു നറുക്കെടുത്തതിന് ശേഷം ഒരുപാട് സമയം ആ ഒരു എന്താ പറയുക, ആ ഒരു നറുക്കിൻ്റെ അകത്ത് കൈയിട്ട് ഒരുപാട് സമയം കളിച്ചതിന് ശേഷം ആ ഒരു സംഭവം എടുത്തു. പക്ഷെ നമ്മൾ പറയുന്നതല്ല, കാണുന്ന നാട്ടുകാർക്ക് ഇതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. കാരണം അത്രയും സമയം കൈ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം അവരെടുക്കുന്ന സമയത്ത് പല ആൾക്കാരും പലതരത്തിലുള്ള ചർച്ചകൾ പറയുന്നുണ്ട്. അതായത് ഒരുപാട് അത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു സംഭവം നോക്കിയെടുത്തതാണെന്നും അങ്ങനെ പല രീതിയിലുള്ള ചർച്ചയുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെക്കുറിച്ചല്ല. ഇത്രയോ ആൾക്കാർ പങ്കെടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു സംഭവം നമ്മുടെ നാട്ടിന് തന്നെ കംപ്ലീറ്റ് നിയമവിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയിട്ടും ഈ ഒരു പരിപാടി ചെയ്യാൻ യാതൊരു മടിയും കാണിക്കാതെ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടും ഇതിനെതിരെ തന്നെ ഒരു നടപടിയോ അല്ലെങ്കിൽ ഒരു അന്വേഷണമോ വരുന്നില്ല എന്ന് പറയുന്നത് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആരാണ് ബുള്ളറ്റ്? എന്താണ് മസൂദോ? ഈ വ്യക്തി തന്നെ നറുക്കെടുത്തു എന്നുള്ളതിലുപരി മറ്റൊരു കാര്യം കൂടെ എന്ന് വെച്ചാൽ ഇവരുടെ പരിചയത്തിലുള്ള ആൾക്കാർക്ക് തന്നെ ഈ ഒരു പ്രൈസ് വന്നു എന്നുള്ള കാര്യമാണ്. കംപ്ലീറ്റ് വന്നത് ഇവരുടെ പരിചയക്കാർക്ക് തന്നെയുള്ള ഒരു കാര്യമാണ് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് നെഗറ്റീവായി തോന്നിയ കാര്യമാണ് പലതരത്തിലും ചർച്ച ചെയ്യുന്നത്. കാരണം നെഗറ്റീവായിട്ട് തോന്നാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഒന്നാമത് ഈ വ്യക്തി തന്നെ നറുക്കെടുത്തു എന്ന് പറയുന്നതും ഒരുപാട് സമയം ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഷീട്ട് പുറത്തേക്ക് എടുക്കുന്നത്. മൂന്നാമത്തെ കാരണമാണ് ഏറ്റവും വലിയ കാരണം ഈ പ്രൈസ് വന്നത് ഭൂരിപക്ഷവും ഇവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇവർക്ക് പരിചയമുള്ള ആൾക്കാർക്ക് തന്നെയാണ് ഇത് വന്നത്. സമ്മാനം കിട്ടിയ ആൾക്കാർ അത് നിരസിക്കുന്നു എന്നുള്ള കാര്യം ഒരുപാട് ചർച്ചയാവാനും സംശയങ്ങൾക്കും എന്തായാലും ഇത് ഇടയാക്കിയിട്ടുണ്ട്. ഈ ഒരു കാര്യം, ഈ ഒരു വ്യക്തി എല്ലാവരെയും, ഈ പാണ്ടിക്കാടൻ കുഞ്ഞെന്ന് പറഞ്ഞ വ്യക്തി എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നത് മാണിക്കക്കല്ല് എന്ന് വിളിച്ചിട്ടാണ്. മലപ്പുറമാണ് സ്ഥലം. അപ്പോൾ അവരുടെ ഒരു ഭാഷാ ശൈലി ആയിരിക്കാം മാണിക്കക്കല്ലുകളെ എന്ന് വിളിച്ചാണ്. പ്രത്യേകിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെയാണ് കേട്ടോ അങ്ങനെ സങ്കല്പിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സിദ്ദിഖ് എന്ന് പറഞ്ഞ നടനുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അദ്ദേഹം വല്ലാത്ത രീതിയിൽ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ കൈയിട്ടു, ഷോൾഡറിൽ നിന്ന് കൈ തട്ടി മാറ്റി കൈയെടുക്കുക എന്ന് പറഞ്ഞതിനെ പറ്റി അമ്മ സംഘടനയിൽ നിന്ന് ആ നടൻ രാജിവെച്ചതിനെ വരെ ആഘോഷിച്ചിട്ടുണ്ട്.
ഈ ഒരു വിഷയം സത്യം പറഞ്ഞാൽ കഴിഞ്ഞൊരു കാര്യമാണ്. പക്ഷേ ഈ ലക്കി ഡ്രോ കൂപ്പണിന്റെ കാര്യം വന്നതോടുകൂടി ഈ ഒരു വീഡിയോസും ഒരുപാട് ആൾക്കാർ എടുത്ത് ട്രോളുന്നുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഒരു കാര്യം സംഭവിച്ചതിന് ഇനി ഈ ഒരു വ്യക്തിയെ നമ്മൾ പരാമർശിക്കുന്നൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് നടൻ്റെ അടുത്തായാലും അല്ലെങ്കിൽ ഏത് ആൾക്കാരുടെ അടുത്തായാലും സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ പോയിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കണം. കാരണം അവരുടെ പെർമിഷൻ ഇല്ല. ആ ഒരു കാരണവശാലും നമ്മൾ ഒരിക്കലും അവരുടെ ശരീരത്ത് തൊട്ടുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചാടിക്കയറി നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. കാരണം പല സമയത്തും നമ്മൾ ഇതുപോലുള്ള അപമാനങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതിപ്പോൾ നടനാണെന്നില്ല, ഏതാളെടുത്തായാലും നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ ഒന്നൊന്ന് ഒരു പൊടിക്കൊന്ന് ഒതുങ്ങി അങ്ങനെ നിൽക്കുക. അത്രേ നമ്മളുള്ളൂ, അത്രേ നമുക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഓക്കെ ആയിരിക്കാം, പക്ഷെ അത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇപ്പം അദ്ദേഹം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ആ ഒരു കാര്യം വ്യക്തമായിട്ട്, നീ നേരെ നിന്നോളൂ, തോളത്തുനിന്ന് കൈയെടുത്ത് എന്നിട്ട് നേരെ നിന്ന് കാര്യം പറയാന്ന് പറയുന്നുണ്ട്. നമ്മൾ ചാടിക്കയറി ഒരിക്കലും ഒരാളുടെ ആയാലും നമ്മൾ മേത്ത് തൊടാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ഇപ്പം പല ആൾക്കാരും അതിനെതിരെയും കുറേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറേ ആൾ വീഡിയോസ് അല്ല, ഇപ്പം ഒരു ലേഡിയാണ് വന്നതെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല, അത്തരത്തിലുള്ള വീഡിയോസും ഉണ്ട്, ആയിരിക്കാം, ഓക്കെ. പക്ഷെ അതൊക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യമാണ്. നമ്മൾ അതിലൊന്നും ഇടപെടാൻ നിന്നാൽ നമ്മുടെ കാര്യം നടക്കൂല. ലേഡിയെ വന്ന് ഇപ്പോൾ ഒരു ലേഡി വരുന്ന സമയത്ത് എങ്ങനെ പെരുമാറണമെന്നും അതൊക്കെ അവരുടേത് ഇഷ്ടമാണ്. നമ്മളല്ല, നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മുടെ കാര്യമാണ്. നമ്മളാണ് അവരുടെ മുന്നിൽ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തീരുമാനിക്കണം നമ്മുടെ മര്യാദ. ഒരു ലേഡി വരുമ്പോൾ അദ്ദേഹം എങ്ങനെ കാണിക്കുന്നു അല്ലെങ്കിൽ അവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. സത്യം പറഞ്ഞാൽ നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തും അപമാനപ്പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പ്രത്യേകിച്ച് ഇതുപോലുള്ള സെലിബ്രിറ്റികളുടെ അടുത്ത് നമ്മളെപ്പോഴും നമ്മളിപ്പോൾ അവരെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ അവരെ കണ്ടു, ഒരു വലിയ സെലിബ്രിറ്റിനെ നമ്മൾ കണ്ടു. ഈ പാണ്ടിക്കാടൻ കുഞ്ഞെന്ന് പറയുന്ന വ്യക്തിയും ഒരു എന്താ പറയുക, അത്യാവശ്യം ആൾക്കാരൊക്കെ അറിയുന്ന ആൾക്കാർ തന്നെയാണ്. നമ്മൾ അവരെ താഴ്ത്തുന്നതോ അല്ലെങ്കിൽ കുറ്റം പറയുന്നതോ ഒന്നുമല്ല. ഇപ്പം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മളൊരു ഡിസ്റ്റൻസ് വിട്ട് നമ്മൾ നിന്നേക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ എങ്ങനെയാണ് അവർക്ക് അത് ഇഷ്ടപ്പെടുവോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മളുമായിട്ട് ഒരു കോളേജിൽ ഒരുമിച്ച് പഠിച്ചതോ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതോ ആളൊന്നുമല്ല അവർ. അപ്പോൾ ആ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമുക്കും അറിയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ ചാടിക്കയറി ഒരു എന്താ പറയുക, കൂടെ പഠിച്ചൊരു സുഹൃത്തിനെ പോലെ തോളത്ത് കൈയിടാൻ നിന്നാൽ ചിലപ്പം ഇതെല്ലാം ഇതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും. അതിപ്പോൾ ആരോടാണെങ്കിലും തന്നെ നമ്മൾ ഈ ഒരു കാര്യം സൂക്ഷിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് വരുന്നുണ്ട്, ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ, ഈ പാണ്ടിക്കാടൻ കുഞ്ഞെന്ന് പറഞ്ഞ വ്യക്തിയും ഒരുപാട് വീഡിയോസ് ചെയ്യലുണ്ട്, പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാറുണ്ട്, ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആരായാലും നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഒരു സെലിബ്രിറ്റി ആണെങ്കിലും അല്ലെങ്കിലും പരിചയപ്പെടുമ്പോൾ നമ്മളൊരു പൊടിക്ക് സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം അല്ലെങ്കിൽ ആൾക്കാർ ഇതുപോലെ നമ്മളെ എടുത്ത് ഒരുപാട് എയർലോട്ടാക്കും. കാരണം ആ വീഡിയോസ് മതി നെഗറ്റീവും പോസിറ്റീവും ചിത്രീകരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഷൗട്ട് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അത് ഈ വീഡിയോയിലുള്ള വ്യക്തിയെ കുറിച്ചൊന്നും അല്ല കേട്ടോ. കുറച്ച് കമന്റോളികളുണ്ട്, അത് അവർക്ക് കൃത്യമായി മനസ്സിലാവും. നമ്മളിപ്പോൾ ഏത് വീഡിയോ ചെയ്യുന്ന സമയത്തും മണ്ടൻ എന്നോ അല്ലെങ്കിൽ പൊട്ടൻ എന്നോ അല്ലെങ്കിൽ ഇവനെന്താണ് ഇതിൽ കാര്യമെന്നോ ഒക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ പൊന്നു മോനെ, ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. എല്ലാ ബ്ലോഗർമാരും അതാത് സമയം സംഭവിക്കുന്ന ഒരു സംഭവം എടുത്തുകൊണ്ട് വീഡിയോ ചെയ്യാറുണ്ട്, അതിനെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ട്. അതൊരു പുതിയ സംഭവമൊന്നുമല്ല, മനസ്സിലായോ? പിന്നെ ഈ ചോദിക്കുന്നവൻ്റെ ചാനലൊക്കെ ഞാൻ നോക്കി, ഒരു ചാനലൊന്നുമല്ല, 31 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ 15 സബ്സ്ക്രൈബർ അതേ ഉള്ളൂ. എന്തിനാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നതെന്നറിയോ? മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന വീഡിയോക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിൽ ഇവന് സമാധാനം കിട്ടൂല. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാർ മറ്റാരെയും കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ സ്വന്തമായിട്ട് തന്നെ പറഞ്ഞു നടന്നാളി, അല്ലെങ്കിൽ ഇവൻ്റെ കുടുംബത്തിലുള്ള ആളെ വരെ ചിലപ്പോൾ പറഞ്ഞു നടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള കമൻറ്റോളികൾ നിങ്ങളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുള്ള ആൾക്കാരുടെ അടുത്തുനിന്നോ നിങ്ങളുടെ പരിചയക്കാരുടെ അടുത്തുനിന്നോ പൈസ കടം വാങ്ങിയൊന്നുമല്ല നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്, മനസ്സിലായ? നമ്മുടെ പൈസ മുടക്കിയ, അതുകൊണ്ട് നമ്മുടെ സൗകര്യത്തിന് ചെയ്യും. പോയി പണി നോക്കടാ.